ഹായ് വെൽക്കം ടു എജുവിസ്. എജുവിസിൻ്റെ ലേണിംഗ് ആപ്ലിക്കേഷനിലുള്ള ഒരു ഡെമോ ക്ലാസ് ആണ് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത്. എജുവിസിൻ്റെ ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആവുന്ന സമയത്ത് എപ്പോൾ വേണമെങ്കിലും ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ടോപ്പിക്സ് നമുക്ക് പഠിക്കാവുന്നതാണ്. പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു മെൻറ്റർ അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ നമുക്കറിയാം നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന എക്സാംസ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉള്ള എക്സാംസ് ആണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ 4 ഓപ്ഷൻ. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എജുവിസ് നമ്മുടെ കാൻഡിഡേറ്റ്സിനായിട്ട് സ്റ്റുഡൻസിനായിട്ട് മോക്ക് ടെസ്റ്റുകളും മോക്ക് എക്സാമുകളും ഈ ആപ്ലിക്കേഷനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ ജോലി തിരക്കിൻ്റെ ഇടയിലും നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയത്തും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആവുന്ന ഏത് സമയത്തും നിങ്ങളുടെ മൊബൈലിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇത് കൂടാതെ നമ്മുടെ മെറ്റീരിയൽസും ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ക്രിപ്റ്റോർക്കിഡിസം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ജെൻറ്റോ യൂറിനറി സിസ്റ്റത്തിലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ക്രിപ്റ്റോർക്കിഡിസം. ഓർക്കിഡ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ? ഓർക്കിഡ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ചിലപ്പോൾ പ്ലാന്റ് ആയിരിക്കും അല്ലെ, ഓർക്കിഡ് പ്ലാന്റ് ഒക്കെ. പക്ഷെ നമ്മൾ മെഡിക്കൽ ടൈമിൽ ഓർക്കിഡ് എന്ന് പറയുന്നത് അത് ടെസ്റ്റിസിനെ സൂചിപ്പിക്കുന്ന വേർഡാണ്. അപ്പോൾ ക്രിപ്റ്റോർക്കിഡിസം ഈസ് റിലേറ്റഡ് ടു ടെസ്റ്റിസ്. നമ്മുടെ മെയിൽ ബേബീസിന് ടെസ്റ്റിസിന്റെ അവരുടെ ആ ഒരു മൂവ്മെന്റിൽ ഉണ്ടാവുന്ന ടെസ്റ്റിസ് അവരുടെ മൂവ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫീറ്റസ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ മെയിൽ ബേബീസിന്റെ ടെസ്റ്റിസ് എവിടെയാണ് ഉണ്ടാവുമെന്ന് അറിയോ? എവിടെയാണ്? മെയിൽ ബേബീന്റെ ടെസ്റ്റിസ് ഉണ്ടാവുന്നത് അവരുടെ പെരിറ്റോണിയൽ ക്യാവിറ്റിന്റെ അകത്താണ്, സ്ക്രോട്ടത്തിനകത്തല്ല. പക്ഷെ ആ ഫീറ്റസ് ടേം ആവുന്ന സമയത്ത് അത് പെരിറ്റോണിയൽ ക്യാവിറ്റിയിൽ നിന്നും ഡിസെൻഡ് ചെയ്ത് ഇൻഗ്വനൽ കനാൽ വഴി സ്ക്രോട്ടത്തിൽ എത്തുകയാണ് ചെയ്യുന്നത്. ഇതാണ് അതിന്റെ ഒരു പാത്വേ എന്ന് പറയുന്നത്. അപ്പോൾ ക്രിപ്റ്റോർക്കിഡിസത്തിന് അത് സംഭവിക്കുന്നത് ഈ ടെസ്റ്റിസ് ഒരു ടേം ആയിട്ടുള്ള ഒരു ബേബി ഡെലിവറി ആയി കഴിഞ്ഞാൽ അത് സ്ക്രോട്ടത്തിൽ എത്താത്ത അവസ്ഥയാണ് നമ്മൾ ക്രിപ്റ്റോർക്കിഡിസം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ക്രിപ്റ്റോർക്കിഡിസം ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് വൺ ഓർ ബോത്ത് ടെസ്റ്റിസ് ഫെയിൽ ടു ഡിസെൻഡ്. ആ പോയിന്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഫെയിൽ ടു ഡിസെൻഡ് ത്രൂ ദ ഇൻഗ്വനൽ കനാൽ ഇൻ ടു ദ സ്ക്രോട്ടൽ സാക്ക്. നമുക്ക് ഈ പിക്ചർ കാണുന്നത് പോലെ നോർമലി ഇതാണല്ലോ പെരിറ്റോണിയൽ ക്യാവിറ്റി എന്ന് പറയുന്നത് അല്ലെ. ഈ പെരിറ്റോണിയൽ ക്യാവിറ്റിയിലാണ് നോർമലി ടെസ്റ്റിസ് ഉണ്ടാവുക. ആ ടെസ്റ്റിസ് ഡിസെൻഡ് ചെയ്ത് ഇൻഗ്വനൽ കനാലിലൂടെ ഡിസെൻഡ് ചെയ്ത് സ്ക്രോട്ടത്തിലാണ് നോർമലി എത്തേണ്ടത്. പക്ഷെ ആ സ്ക്രോട്ടത്തിൽ എത്താത്ത അവസ്ഥയാണ് നമ്മൾ ക്രിപ്റ്റോർക്കിഡിസം എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇറ്റ് ഈസ് അൺഡിസെൻഡഡ് ടെസ്റ്റിസ്. ഓക്കെ, അപ്പോൾ അൺഡിസെൻഡഡ് ടെസ്റ്റിസ് ആണ് ക്രിപ്റ്റോർക്കിഡിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്രിപ്റ്റോർക്കിഡിസം ഉള്ളൊരു കുട്ടിയുടെ ടെസ്റ്റിസ് നമുക്ക് എവിടെ പാൽപേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ അതിന്റെ ആൻസർ ആയിട്ട് ഏറ്റവും കൂടുതലുള്ളത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ഒരു ഏരിയയിലാണ് ആ ടെസ്റ്റിസ് നമുക്ക് പാൽപേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഇൻഗ്വനൽ കനാൽ ആയിരിക്കും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചിട്ടുള്ളത് ഇതാണ്. ക്രിപ്റ്റോർക്കിഡിസം ഉള്ള കുട്ടിയുടെ ബേബിയുടെ ടെസ്റ്റിസ് എവിടെ പാൽപേറ്റ് ചെയ്യാം എന്ന് ചോദിച്ചാൽ നമ്മൾ എക്സാമിന് ആൻസർ ചെയ്യേണ്ടത് ദാറ്റ് ഇസ് ഇൻ ദ ഇൻഗ്വനൽ കനാൽ. ഓക്കെ, ഇത് നമുക്ക് നെക്സ്റ്റ് നോക്കാം. എങ്ങനെയാണ് ഇത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുക? അസസ്മെന്റ് എങ്ങനെയാണ്? നമുക്കറിയാം നോർമലി ബേബിന്റെ ടെസ്റ്റിസ് എവിടെയാണ് വേണ്ടത്? സ്ക്രോട്ടത്തിലാണ് വേണ്ടത്. ടെസ്റ്റിസ് ആർ നോട്ട് പാൽപ്പബിൾ ഓർ ഈസിലി ഗൈഡഡ് ഇൻ ടു ദ സ്ക്രോട്ടം. അതായത് നമുക്ക് ടെസ്റ്റിസിന് സ്ക്രോട്ടത്തിൽ പാൽപേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അസസ്മെന്റിന്റെ ഒരു കാര്യം. സെക്കൻഡ് വൺ, ദ ടെസ്റ്റിസ് ക്യാൻ ബി പാൽപേറ്റഡ് ദ ഇൻഗ്വനൽ കനാൽ ഓർ ഹയർ ഇൻ ദ സ്ക്രോട്ടം. ഇതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോയിന്റ്. ഓക്കെ, ഇൻഗ്വനൽ കനാലിൽ ആണ് നമുക്ക് പാൽപേറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ കോംപ്ലിക്കേഷനിലേക്ക് പോവാം. സ്വാഭാവികമായിട്ടും ടെസ്റ്റിസ് എന്ന് പറയുന്ന ഓർഗൻ അത് ഭയങ്കര ഹീറ്റ് സെൻസിറ്റീവ് ആണ്. ഹീറ്റ് സെൻസിറ്റിവിറ്റി ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ബോഡിയിൽ നിന്നും എവേ അതിനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു സാക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അതാണല്ലോ സ്ക്രോട്ടം. ഓക്കെ, അപ്പം ഈ സ്ക്രോട്ടത്തിൽ ടെസ്റ്റിസ് എത്തിയിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള ബേബീസിന് ഫ്യൂച്ചറിൽ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം കോംപ്ലിക്കേഷൻ ഓഫ് ക്രിപ്റ്റോർക്കിഡിസം എന്ന് പറയുന്നത് എന്താണ്? ഇൻഫെർട്ടിലിറ്റി ആണ്.
ഇനി നെക്സ്റ്റ് പോയിന്റ്, ഇതിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഓർക്കിഡോപെക്സി അല്ലെങ്കിൽ ഓർക്കിയോപെക്സി എന്ന് പറയുന്ന സർജറിയാണ് ചെയ്യുക. അതായത് ഇംഗ്വനൽ കനാലിലുള്ള ടെസ്റ്റിസിനെ നമ്മൾ സ്ക്രോട്ടത്തിലേക്ക് വലിച്ചു കൊണ്ടുവരും. അതിനെ വിളിക്കുന്ന പേരാണ് ഓർക്കിയോപെക്സി അല്ലെങ്കിൽ ഓർക്കിഡോപെക്സി എന്ന് പറയുന്നത്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓർക്കിഡ് ഈസ് റിലേറ്റഡ് ടു എന്താണ്, ടെസ്റ്റിസ് ആണല്ലോ. അപ്പോൾ ഓർക്കിയോപെക്സി എന്ന് പറയുന്നത് ടെസ്റ്റിസിനെ നമ്മൾ സ്ക്രോട്ടത്തിലേക്ക് കൊണ്ടുവരുന്ന പ്രൊസീജിയർ ആണ്. ഇത്രയാണ് പ്രധാനമായിട്ടും അതിന്റെ ആ ഒരു പോർഷനിൽ. പിന്നെ നഴ്സിംഗ് മാനേജ്മെന്റിന്റെ അകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. Monitored during the first 6 months of life to determine whether spontaneous descent occurs. ഓക്കെ, നമ്മൾ പറഞ്ഞു സർജറി നമ്മൾ ഓർക്കിഡോപെക്സി ചെയ്യൂ എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് 1 year വരെ നോർമലി എന്ത് ചെയ്യാറുണ്ട്, വെയിറ്റ് ചെയ്യാറുണ്ട്. വെയിറ്റ് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പോണ്ടേനിയസ്ലി നോർമലി തന്നെ ചിലപ്പോൾ സ്ക്രോട്ടത്തിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി രണ്ടാമത്തത്, സർജിക്കൽ കറക്ഷൻ ഈസ് കോമൺലി ഡൺ അറ്റ് 6 months ഓഫ് ഏജ് ബിഫോർ 12 months. 1 yearനുള്ളിലാണ് കോമൺലി നമ്മളത് സർജറി ചെയ്യുക, ഡിപ്പെൻഡിങ് ഓൺ ദ പീഡിയാട്രിക് സർജറി റെഫറൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1 yearനുള്ളിൽ വിത്തിൻ 1 year വരെ നമ്മൾ സർജറി ചെയ്യണം. മോണിറ്റർ ഫോർ ബ്ലീഡിങ് ആൻഡ് ഇൻഫെക്ഷൻ പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഓർത്ത് വെക്കേണ്ടത്, എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, റൈഡിങ് ടോയ്സ് പോലെയുള്ള ടോയ്സുകൾ പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി ഇവർക്ക് കൊടുക്കാൻ പാടില്ല. ഹോഴ്സ് റൈഡ് പോലെ ചില ടോയ്സുകൾ ഉണ്ടാവുമല്ലോ, അത് പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി ഇവർക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട പോയിന്റ്. ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഇങ്ങനെയുള്ള ടോപ്പിക്സ് വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മുടെ എജുവിസിന്റെ ലേണിംഗ് ആപ്പിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എജുവിസിന്റെ ക്ലാസ്സുകളിൽ നഴ്സസിന് മാത്രമല്ല നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്, ലാബ് ടെക്നീഷ്യൻസ്, ഫാർമസിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ഒപ്റ്റിയോമെട്രിസ്റ്റ് തുടങ്ങിയിട്ടുള്ള ക്ലാസ്സുകളും എൻക്ലക്സ് സാറിന്റെ ക്ലാസ്സുകളും എജുവിസിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ നമ്മുടെ കോമ്പറ്റീറ്റീവ് എക്സാംസ് ആയിട്ടുള്ള PSC എക്സാംസിന്റെ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എജുവിസിന്റെ പുതിയൊരു ലോഞ്ചിങ് ആണ് നേഴ്സിംഗ് ട്യൂഷൻ എന്ന് പറയുന്നത്. നേഴ്സിംഗ് ട്യൂഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളൊക്കെ ഫസ്റ്റ് ഇയർ ഒക്കെ നേഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് പല സബ്ജക്ട്സും ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്കൊന്നും മനസ്സിലാവാറുണ്ടായിരുന്നില്ല അല്ലേ? കാരണം നമ്മൾ പുതുതായിട്ട് അനാട്ടമി, ഫിസിയോളജി, മൈക്രോബയോളജി അങ്ങനെ കുറെ സബ്ജക്ട്സിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ഒരാഗ്രഹം ഉണ്ടാവുമായിരുന്നു, ഇത് പറഞ്ഞു തരാൻ മറ്റൊരു ട്യൂഷൻ എടുക്കുന്ന ഒരു ടീച്ചറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ അന്ന് നേരിട്ട ആ ഒരു ബുദ്ധിമുട്ട് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നേഴ്സിംഗ് ട്യൂഷൻ എന്ന് പറയുന്നത്. അത് വൈകാതെ നമ്മളത് ലോഞ്ച് ചെയ്യും. അപ്പൊ നിങ്ങൾ എല്ലാവരോടും സപ്പോർട്ട് ഉണ്ടാവണം. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. താങ്ക് യു.